നമുക്കിന്ന് നാടൻ ചേമ്പ് കറി വെക്കാം കേട്ടോ. ഇപ്പം നോൺ വെജ് കഴിക്കണവരാണെങ്കിൽ അതിൽ നമുക്ക് ഉണക്കച്ചെമ്മീനോ ഉണക്കമീനോ ഒക്കെ വറുത്തിടാവുന്നതാണ്. ഇപ്പം നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്തേക്ക്. അപ്പോൾ നമ്മളിവിടെ ചേമ്പ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകുക. എന്നിട്ട് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടി പെട്ടെന്ന് വേവാനായിട്ട് നല്ലത് മൺചട്ടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൺചട്ടി എടുത്തത്. എന്നിട്ടപ്പോൾ അതിന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുക, വേപ്പില, പച്ചമുളക്, ഉള്ളി നെരിതാക്കി അരിഞ്ഞത്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇതിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. ഞാനിതിൽ ഉണക്കച്ചെമ്മീൻ ഇടണതുകൊണ്ട് ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാൻ നല്ലതുപോലെ കഴുകിയിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയാണ് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ തിളയ്ക്കട്ടെ. ഒരു സമയം നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കാം. ചെമ്മീൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ, ഞാൻ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങ ഞാൻ കൊത്തിയെടുത്തേക്കാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചേമ്പ് വെന്തിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അത് തിളച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് താളിപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതിന് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി കൂടി നേരിതാക്കി അരിഞ്ഞത് മൊരിയിച്ച് അതിലേക്ക് വേപ്പിലയിട്ട് വറ്റൽമുളക് ഇട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി, ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കറിയിൽ ഒരു സ്വല്പം പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ ചേമ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമായൊരു കറിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ കൊതിപ്പിക്കുന്നൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീനൊക്കെ ഇടുന്ന ഭാഗം അത് കഴിക്കാത്തവരാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.